ഈവനിങ് ബബ്ബു ഉറങ്ങിയ ടൈമിൽ നമ്മൾ പ്ലാൻ ഇട്ടതാണ് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷേ ഞങ്ങളുടെ പ്ലാനിനെ തകർത്തുകൊണ്ട് ഇവൻ നേരത്തെ തന്നെ എണീറ്റു. ഇവൻ ഇവിടെ വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് പനിയും ജലദോഷമൊക്കെ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് നല്ല നിർബന്ധമാണ്. പിന്നെ ആളിനൊന്ന് സമാധാനപ്പെടുത്തി ഇരുത്തിയതിന് ശേഷം ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ജസ്റ്റ് ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. അതേസമയം ചിക്കനൊക്കെ ഓൾറെഡി പുറത്തുനിന്ന് മേടിച്ചതുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ബബ്ബു വന്നപ്പോൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് വയലോട്ടൊന്ന് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇവൻ വന്നിട്ട് ലാലുവിനെ വിളിച്ചുകൊണ്ട് പോകാം. ലാലു കിച്ചണിൽ നിൽക്കുന്നുണ്ട്. കാര്യം അവളാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. ഇത് കാണുമ്പോൾ ഇവന് പറ്റുന്നില്ല, ഇവൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ ആ എണ്ണയിൽ തന്നെ നമ്മുടെ ചിക്കനും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാലുവിനെ ഹാളിലോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവൻ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് സോസ് ഉണ്ടാക്കാൻ, സോസ് അല്ല നമ്മുടെ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ബട്ടർ ഇട്ട് നന്നായിട്ട് അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് പാലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസ് മെൽറ്റഡ് ചീസ് കേട്ടോ, അത് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ഒറിഗാനോയും പിന്നെ കുറച്ച് പെപ്പറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മയോണൈസും നമ്മുടെ കെച്ചപ്പും കൂടി ആയിട്ടോ എടുത്തിരിക്കണം. അപ്പോൾ രണ്ടും കൂടെ മിക്സാക്കി സോസും ആക്കി കേട്ടോ. ഇനി നമുക്കിതൊന്ന് നമ്മുടെ പാത്രത്തിലൊന്ന് സെറ്റാക്കി കൊടുത്താൽ മാത്രം മതി. ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് വെച്ചു, അതിൻ്റെ മേലെ നമ്മുടെ സോസ് ഒഴിച്ചു കൊടുത്തു. സോസ് അല്ല നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുത്തു. പിന്നെ ചിക്കൻ ഇട്ടു, പിന്നെ സോസ് ഒഴിച്ചു, ക്രീം ഇട്ടു. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മെൽറ്റഡ് ചീസായിട്ട് ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ പിന്നെ ഓവനിലൊക്കെ ഒന്ന് വെച്ചിട്ട് ഹീറ്റൊക്കെ ചെയ്ത് എടുക്കാഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതില്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, നമ്മുടെ ഇഡ്ഡലി തട്ടൊക്കെ ഇല്ലേ, അതിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയൊക്കെ എടുത്താലും നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ. എനിക്ക് സംഭവം, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ലോഡഡ് ഫ്രൈസ് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ലാലുവിനോട് ചോദിക്കുകയാണ്, എടി എങ്ങനെയുണ്ട് ഇത്, നീ പുറത്തുനിന്ന് കഴിയുമ്പോഴേക്ക് ഉണ്ടോ എന്ന്. അപ്പോൾ അവിടെ ആ ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ബബ്ബു ഉണ്ടോ കാണിക്കുന്നത്, എന്തൊക്കെ കുർത്തക്കേടാണെന്നറിയോ.